ഹായ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ സാരാംശമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. നൈമിഷാരണ്യം എന്ന പുണ്യകേന്ദ്രം ഇത് ധർമ്മ സംവാദനത്തിനായുള്ള ഒരു ദിവ്യഭൂമിയാണ്. അവിടെ ശൗനകാദി മുനികൾ 1000 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന മഹായാഗം നടത്തുന്നു. അവർ സൂത മഹർഷിയെ സമീപിച്ചു. അദ്ദേഹത്തിനോടായി ചോദിച്ചു, ഭാഗവത ധർമ്മം എന്താണ്? ഭക്തരായ ജനങ്ങൾക്ക് മോക്ഷമാർഗം എങ്ങനെയാണ് ലഭിക്കുക? സൂതമഹർഷി ഉത്തരം നൽകുന്നു. ഭാഗവതം കേൾക്കുന്നതും വായിക്കുന്നതും ഉപദേശിക്കുന്നതും മോക്ഷത്തിനുള്ള അതിവിശിഷ്ടമായ മാർഗങ്ങളാണ്. സൂതമഹർഷി പറഞ്ഞു, ശ്രീമദ് ഭാഗവതം കേൾക്കുമ്പോൾ അജ്ഞാനത്തിന്റെ തിരസ്കാരം സംഭവിക്കുന്നു. അതിൻ്റെ ശ്രവണമാത്രം ഭക്തിയെ ഉജ്ജീവിപ്പിക്കുന്നു. ഭാഗവത കഥ സമസ്ത ദുഃഖങ്ങളും ദോഷങ്ങളും നീക്കം ചെയ്യുന്നു. ഭക്തിക്ക് മഹത്വം നൽകുന്നു. മുക്തി നേടാൻ കഴിയുന്ന അതിവിശിഷ്ടമായ ഗ്രന്ഥമാണ്. മഹാത്മാക്കൾ ഈ ഗ്രന്ഥത്തെ പരമോദ്ഗ്രന്ഥമായി കണക്കാക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണു 24 അവതാരങ്ങളിലൂടെ ധർമ്മ സംസ്ഥാപനം നടത്തി. മത്സ്യം, കൂർമ്മ, വാമനൻ, നരസിംഹം, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, ബുദ്ധൻ, കൽക്കി തുടങ്ങിയ അവതാരങ്ങളിലൂടെ ധർമ്മ സംസ്ഥാപനം നടത്തി. ഓരോ അവതാരത്തിനും ഭക്തജനങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു. ഭഗവാൻ തൻ്റെ ലീലകളിലൂടെ ലോകത്തെ രക്ഷിക്കുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൻ്റെ അർത്ഥവും അതുതന്നെയാണ്. ഭഗവാൻ സ്വയം അവതരിച്ച് അധർമ്മത്തെ ഇല്ലാതാക്കുന്നു. ഒരിക്കൽ വേദവ്യാസ മഹർഷി ഭാരതകഥയെക്കുറിച്ച് എഴുതിയതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഒരു അപൂർണത അനുഭവപ്പെടുന്നത്? അവിടേക്കെത്തിയ നാരദ മഹർഷി, ഹേ മഹർഷി, താങ്കൾ എഴുതിയ ഭാരതകഥയിൽ ഭഗവാന്റെ മഹത്വം പൂർണ്ണമായി പ്രസ്താവിച്ചില്ല. ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിലൂടെ മാത്രമേ ഭക്തർക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. നാരദൻ വേദവ്യാസനോട് ഭാഗവതം രചിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. നാരദമുനി തൻ്റെ പൂർവജന്മ വൃത്താന്തം വിവരിക്കുന്നു. അദ്ദേഹം ഒരു ദാസീപുത്രനായിരുന്നു. അവിടെയുള്ള മഹർഷിമാരുടെ സംസർഗം കൊണ്ട് നാരദ മഹർഷി പരമഭക്തനായി തീർന്നു. അവൻ മഹാതപസ് ചെയ്ത് ബ്രഹ്മലോകത്തിലെത്തുന്നു. ഭഗവാന്റെ ഭക്തിയിൽ മനസാക്ഷിയെ ആഴ്ത്തിയാൽ ഏതു ജന്മത്തിലായാലും മോക്ഷം ലഭിക്കും. പിന്നീട് അശ്വത്ഥാമാവ് ഉത്തരാദേവിയുടെ ഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പരീക്ഷത്തിനെ ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഭഗവാന്റെ കൃപയാൽ പരീക്ഷിത്ത് ജീവിച്ച് മോക്ഷത്തിന് യോഗ്യനാകുന്നു. വിഷ്ണുവിൻ കൃപയാൽ മാത്രമേ ശരണം ലഭിക്കുകയുള്ളൂ. ധർമ്മപുത്രർക്ക് ഭീഷ്മ പിതാമഹൻ തൻ്റെ ശരശയ്യയിൽ കിടന്നുകൊണ്ട് ധർമ്മബോധനം ചെയ്യുന്നു. ഭഗവാന്റെ കീർത്തനം മഹാപുണ്യമാണ്. യുധിഷ്ഠിര, നീ ഭഗവാന്റെ കൃപ കൊണ്ട് രാജ്യം ഭരിക്കൂ. എല്ലാ നന്മകളും നിനക്ക് വന്നു ചേരും. പിന്നീട് ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങുന്നു. ജനങ്ങൾ ഭഗവാനെ എതിരേൽക്കുന്നു. പൂർണ്ണാനന്ദനായ ശ്രീകൃഷ്ണൻ ശാന്തിയുടെയും ധർമ്മത്തിൻ്റെയും പ്രതിരൂപമാണ്. പിന്നീട് യദുവംശം നശിക്കുന്നു. ശ്രീകൃഷ്ണന്റെ സ്വധാമഗമനം. അതിനുശേഷം പാണ്ഡവർ ഹിമാലയ യാത്രയ്ക്ക് തയ്യാറാകുന്നു. പരീക്ഷത്തിന് പുതിയ രാജാവായി വാഴിക്കുന്നു. ഉത്തരയുടെയും അഭിമന്യുടെയും പുത്രനാണ് പരീക്ഷിത്ത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൃപയാൽ ജീവിച്ച ഒരു മഹാനായ രാജാവ്. തൻ്റെ രാജ്യപരിധി ദിഗ്വിജയം നടത്താനായി അദ്ദേഹം യാത്ര ചെയ്യുന്നു. അദ്ദേഹം സമസ്ത ദ്വീപുകളിലും ധർമ്മ സംസ്ഥാപനം നടത്തി. പരീക്ഷിത്ത് തൻ്റെ രാജ്യപര്യടനത്തിൽ ധർമ്മദേവനെ പരിതപിക്കുന്നതായി കാണുന്നു. സമീപം കലിയെ അധർമ്മമൂർത്തിയായി അവിടെ ദൃശ്യമാകുന്നു. അവൻ ധർമ്മത്തെ അടിച്ചു പരിക്കേൽപ്പിക്കുന്നു. ധർമ്മം നിലനിൽക്കാതെ നീ എവിടെ, എന്തിനാണ്, നീ ആരാണ്? ആശങ്കയോട് പരീക്ഷിത്ത് കലിയോട് ചോദിക്കും. കലി വിറങ്ങലിച്ചു നിൽക്കുന്നു. പരീക്ഷിത്ത് തൻ്റെ വാളെടുത്ത് കലിയെ വധിക്കാനായിട്ടൊരുങ്ങും. രാജൻ, ഞാനിവിടെ സംരക്ഷണമോടിയിരിക്കുന്നു, ദയവായി എന്നെ വധിക്കരുത്. ഒടുവിൽ കലിയോട് പറഞ്ഞു, ധർമ്മമില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ നിനക്ക് അധിവസിക്കാനുള്ള അവകാശമുള്ളൂ എന്ന് പറഞ്ഞ് കലിയെ വധിക്കാതെ പറഞ്ഞയക്കുന്നു. ദിഗ്വിജയം നടത്തി മടങ്ങുന്നതിനിടയിൽ അതീതനായ രാജാവിന് ദാഹം അനുഭവപ്പെടുന്നു. അപ്പോൾ തൊട്ടടുത്ത് ശമീക മഹർഷിയുടെ ആശ്രമം കാണും. അദ്ദേഹം അവിടെ ചെന്നു. എന്നാൽ ശമീക മഹർഷി തപസ്സിൽ മുഴുകിയിരിക്കുന്നതിനാൽ രാജാവിൻ്റെ വരവ് അറിഞ്ഞില്ല. അഹങ്കാരത്തിൻ്റെ ചെറുഗന്ധം പരീക്ഷിത്തിനെ അലട്ടുന്നു. തൻ്റെ ഉള്ളിലുള്ള അഹങ്കാരം നിമിത്തം തന്നെ വേണ്ടവിധം ഗൗനിക്കാത്ത മഹർഷിയെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് തൊട്ടടുത്ത് തന്നെ ചത്തുകിടന്നിരുന്ന ഒരു പാമ്പിനെ എടുത്ത് ശമീക മഹർഷിയുടെ കഴുത്തിൽ അണിയിക്കുന്നു.
അതിനുശേഷം പരീക്ഷിത്ത് അവിടെ നിന്ന് പോകുന്നു. ശമീക മഹർഷിയുടെ പുത്രനായ ശൃംഗി ആ സമയത്ത് അവിടെ എത്തുന്നു. തന്റെ അച്ഛന്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ കാണുന്നു. ഇത് കണ്ട് ക്രോധം വന്ന ശൃംഗി കമണ്ഡലിൽ നിന്ന് ജലമെടുത്ത് ഈ ദുഷ്പ്രവൃത്തി ചെയ്തവൻ ആരായിരുന്നാലും അയാൾ ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകന്റെ ദംശനമേറ്റ് മരണത്തിന് കാരണമായി തീരട്ടെ എന്ന് ശപിക്കുന്നു. പിന്നീട് തപസ്സിൽ നിന്ന് ഉണർന്ന ശമീക മഹർഷി പുത്രനോടായി പറഞ്ഞു, കഷ്ടമായി പോയി, ശാപം വേണ്ടിയിരുന്നില്ല. ഈ ശാപത്തിന്റെ കാര്യം എത്രയും പെട്ടെന്ന് പരീക്ഷിത്ത് മഹാരാജാവിനെ അറിയിക്കാൻ പറഞ്ഞുകൊണ്ട് മകനെ പറഞ്ഞേക്കും. ഈ ശാപം അറിഞ്ഞ പരീക്ഷിത്ത് ശാപത്തിൽ നിന്ന് രക്ഷ നേടാൻ എന്താണ് ഉപായമെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഗംഗാതടത്തിൽ പ്രായോപവേശത്തിൽ പ്രവേശിച്ച് ചിന്താമഗ്നനായി ഇരിക്കുന്ന വേളയിലേക്കാണ് ശ്രീശുക ബ്രഹ്മർഷി അവിടേക്ക് എത്തിച്ചേരുന്നു. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് ഭാഗവത തത്വം ഉപദേശിച്ചു കൊടുക്കും. ഇത്രയും ഭാഗങ്ങളാണ് പ്രഥമസ്കന്ധത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ. ഭാഗവതം കേൾക്കുമ്പോൾ ആന്തരികമായ ശുദ്ധിയാണ് ലഭിക്കുന്നത്. ഭഗവാനിൽ ഭക്തി ഉണ്ടാവും, ധർമ്മബോധം ഉടലെടുക്കും. തുടർന്നുള്ള ഭാഗവത തത്വങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് പറയാം. ഇത്തരം ഭാഗവത ധർമ്മത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.